Good day, students. Today, we shall look into different factors in the wind energy that is available over the Earth's surface. Let us look about the environmental impacts that it creates in our neighborhood. Then we shall look into how this wind energy is measured, and then we shall look into the principle behind the wind energy conversion and the wind power available. Now, the environmental impacts of wind energy are that it initially creates noise pollution. So here, near the windmill, we can see that it creates a sound similar to that of a lawn mower, grass cutter. പുല്ലുവെട്ടിയുടെ അത്രയും ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സൗണ്ട് നമുക്ക് ഈ ടൈപ്പ് വിൻഡ് ടർബൈൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കാം. അവിടുന്ന് ദൂരേക്ക് നീങ്ങും തോറും ഒരു 100 മീറ്റേഴ്സ് എത്തുമ്പോഴേക്കും അതൊക്കെ അതൊരു മിക്സർ ബ്ലെൻഡറിന്റെ ശബ്ദത്തിൽ നിന്ന് കുറഞ്ഞ് വാക്യൂം ക്ലീനറിന്റെ ശബ്ദത്തിലേക്ക് എത്തി ഒരു മിഡ് AC വർക്ക് ചെയ്യുന്നതിന്റെ ശബ്ദത്തിലേക്ക് എത്തുന്നു. വീണ്ടും ഒരു 200 മീറ്റേഴ്സ് കഴിഞ്ഞ് ഒരു 300 മീറ്റേഴ്സ് എത്തുമ്പോഴേക്കാണ് റെസിഡൻഷ്യൽ ഏരിയാസ് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ഒരു വിൻഡ് ടർബൈൻ്റെ അടുത്ത് ഒരു 300 മീറ്റേഴ്സിന് അപ്പാർട്ടാണ് ദൂരെയാണ് വീടുകൾ ഉണ്ടാവേണ്ടത്. അപ്പൊ ഇത്രയും ഒരു ഡെസിബിൾസിന്റെ ഒരു കണക്കാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മൈൽഡ് ആയിട്ട് ഒരു റിഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്ന ഒരു ശബ്ദം കണ്ടിന്യൂസ്ലി ഒരു ശബ്ദം നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം ആ നെയ്ബർഹുഡിൽ. സോ ഇറ്റ് ക്രിയേറ്റ്സ് നോയ്സ് പൊല്യൂഷൻ. ഒരു അനാവശ്യ ശബ്ദമാണത്. So it is an unwanted noise, so it creates noise pollution. The next is wind turbine produces electromagnetic interference. ഇത് ഇപ്പോൾ നമുക്ക് TV സിഗ്നൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ റേഡിയോ സിഗ്നൽ ട്രാൻസ്മിഷൻസിൽ നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്മിഷൻ ഉണ്ട്, ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ ഉണ്ട്, AM അല്ലെങ്കിൽ FM ട്രാൻസ്മിറ്റർ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഏരിയയിലേക്ക് നമ്മളിങ്ങനെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി 99.1 കിലോ ഹെർട്സ് ഫ്രീക്വൻസിയിൽ നമുക്കൊരു ചാനൽ കിട്ടാമെന്ന് വിചാരിക്കും. അപ്പം ഇതിൻ്റെ ഇടയിൽ വിൻഡ് ടർബൈൻ ഉണ്ടെങ്കിൽ അതിവിടെ ഒരു ചെറിയൊരു ഷാഡോ റീജിയൻ ഉണ്ടാക്കും. ആ ഷാഡോ റീജിയനിലെ ആൾക്കാർക്ക് ഈ പറയുന്ന സിഗ്നൽ കിട്ടില്ല. ഓക്കെ, വേറൊരു കേസ് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്കൊരു ട്രാൻസ്മിറ്ററിൽ നിന്ന് നേരെ റിസീവറിലേക്ക് ഒരു ലൈൻ ഓഫ് കോണ്ടാക്ട് ഉണ്ടെന്ന് വിചാരിക്കും. നേരെ നമുക്ക് സിഗ്നൽ പാസ് ചെയ്യാം. പക്ഷേ ഇവിടുന്ന് വരുന്ന സിഗ്നൽസും ഈ ടർബൈനിൽ റിഫ്ലക്ട് ചെയ്തിട്ട് ഈ റിസീവറിൽ വീണ്ടും ഒരു സിഗ്നൽ വരുത്തിക്കാം. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു റിഫ്ലക്റ്റഡ് സിഗ്നൽ ഇങ്ങനെ ഒരു റിപ്പീറ്റഡ് ഒരു ട്രാൻസ്മിഷൻ റിസീവറിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. വരണ്ട ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഇടയിൽ വേറൊരു സിഗ്നൽ ഇന്റർഫിയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സിഗ്നൽ മര്യാദയ്ക്ക് കിട്ടാതിരിക്കുക, ഇതിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. Now the next environmental impact is that it produces visual shining. Visual shining കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നെയ്ബർഹുഡ്, അവിടുത്തെ ലാൻഡ്സ്കേപ്പിന്റെ വ്യൂ തന്നെ മാറ്റിയെടുക്കുന്നു. പിന്നെ ഈ ഏരിയയിൽ നമുക്ക് നമ്മുടെ സണ്ണും ഒക്കെ അടുത്തേക്ക് വരാണെങ്കിൽ സണ്ണിന്റെ ഷാഡോ പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ സൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഷാഡോ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കൂടാതെ ടർബൈൻ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കല്ലേ, തിരിഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഒരു പെർട്ടിക്കുലർ സെക്കൻഡിൽ ഇവിടെ ഒരു ഷാഡോ വന്ന് കണ്ടോ, ഈ ഷാഡോ കണ്ടോ. അപ്പൊ അവിടെ താമസിക്കുന്ന ആൾക്കാർ ഒരു ഷാഡോ റീജിയനിലാണ്. വീണ്ടും ബ്ലേഡ് നീങ്ങുകയാണല്ലേ, വട്ടം കറങ്ങാണല്ലേ. അപ്പൊ ഷാഡോ മാറി, പിന്നെ വീണ്ടും ഷാഡോ വന്നു, പിന്നെ വീണ്ടും ഷാഡോ മാറി. അങ്ങനെ ഷാഡോ ഇരുന്ന് ഫ്ലിക്കർ ചെയ്യും. അപ്പോൾ നമുക്ക് ലൈറ്റ് കിട്ടണതിന്റെ ആ ഒരു അവൈലബിലിറ്റിയിൽ ഭയങ്കര ഒരു തടസ്സം, ഒരു ഒരേപോലെ അല്ല നമുക്ക് വെളിച്ചം കിട്ടുക ആ ഏരിയയിലുള്ള ആൾക്കാർക്ക്. അപ്പൊ ഇതിങ്ങനെ ലൈറ്റ് എഫക്റ്റ് ചെയ്യുന്ന കാരണം ഇതിനെ വിഷ്വൽ ഷൈനിങ് അല്ലെങ്കിൽ വിഷ്വൽ ഇമ്പാക്ട്സ് എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ആക്സിഡന്റൽ ബ്രേക്കിംഗ് ഓഫ് ബ്ലേഡ്സ് ഇസ് നോട്ട് സേഫ്. ശരിയാണ്, ഈ ബ്ലേഡുകൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇടയ്ക്ക് എങ്ങാനും ഇങ്ങനെ തകർന്ന് ഒരു ബ്ലേഡ് വീഴാം. ഈ ബ്ലേഡ് എന്ന് പറയുന്നത് വളരെ വലുപ്പത്തിലുള്ളത്. അത് ഒടിഞ്ഞ് നിലത്ത് വീഴാല് ആൾക്കാരുടെ മേത്തേക്ക് വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അവര് മരിച്ചു പോകും അല്ലെ. പിന്നെ കൂടാതെ ഈ പറയുന്ന സ്ട്രക്ചറിനും ഡാമേജ് ആണ്. അപ്പൊ വലിയ കോസ്റ്റും
ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആക്സിഡന്റൽ ബ്രേക്കിംഗ് ഓഫ് ബ്ലേഡ്സ് ഇറ്റ് ഈസ് നോട്ട് സേഫ്. ഈ ബ്ലേഡുകൾ പെട്ടെന്ന് നിന്ന് പോയാൽ അത് ഒടിയാൻ കാരണമാകുന്നു. ഇറ്റ് ഈസ് നോട്ട് സേഫ്. The next thing is birds fatally collide on rotating turbine blades. ശരിയാ. മൈഗ്രേഷൻ ളുടെ സമയത്ത് ബേർഡ്സ് ഒരു ഫ്ലോക്ക് ആയിട്ടാണ്, ഒരു കൂട്ടമായിട്ടാണ് അവർ പറക്കുക. അപ്പൊ ഇവർ പറക്കുന്നതിന്റെ പാത്തില് അവര് വർഷങ്ങളായിട്ട് പറക്കുന്ന വഴികളില് ചിലപ്പോ ഈ പറഞ്ഞ വിൻമിൽസ് ഉണ്ടാവണമെന്നില്ല. നമ്മളല്ലേ ഒരു സമയമാകുമ്പോൾ ഈ ഒരു ഏരിയയിൽ നല്ല കാറ്റുള്ള കാരണം അവിടെ വിൻമിൽ സെറ്റ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്ത് അവർ സെറ്റ് ചെയ്യുമ്പോൾ മൈഗ്രേറ്ററി പാത്തുകളാണെങ്കിൽ, ബേർഡ്സിന്റെ മൈഗ്രേറ്ററി പാത്തുകളാണെങ്കിൽ ബേർഡ്സ് അതിൽ കൂടെ മൈഗ്രേഷൻ നടത്തുമ്പോൾ അവര് ഈ വിൻഡിന്റെ ഈ ഫ്ലോയിൽ, ആ ഒഴുക്കിൽ പെട്ട് ടെർബൈനിൽ വന്ന് അടിച്ച് അവർ ചാടും. ഓക്കെ, ഇതൊരു അൺവാണ്ടഡ് ഒരു കേസാണ്. നമ്മൾ ഇത് മാറ്റിയെടുക്കാൻ പല സ്ട്രാറ്റജികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബ്ലേഡുകളൊക്കെ പല ഡിഫറെന്റ് കളേഴ്സിൽ കൊടുക്കുമ്പോൾ ബേർഡ്സ് നോട്ടീസ് ചെയ്യാനും മാറി പറന്നു പോവാനും ഒക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങുന്നുണ്ട്. Now, let us look into the wind availability and its measurement. Wind energy varies with terrain, height, vegetation and season. ശരിയാണ്. ടെറൈൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രതലം. പ്രതലം ഒരു കുന്ന് ഏരിയ ആണെങ്കിൽ ആ കുന്നിന്റെ സൈഡിൽ കൂടെ നമുക്ക് നല്ല കാറ്റ് കിട്ടും അല്ലെ. അപ്പൊ നമ്മുടെ പ്രതലത്തിന് എഫക്ട് ചെയ്തിരിക്കും വിൻഡ് എത്രത്തോളം കിട്ടണമെന്നുള്ളത്. പിന്നെ നമ്മുടെ ഹൈറ്റ്, നല്ല പൊക്കം കൂടിയ പ്രദേശങ്ങളിലാണെങ്കിൽ വിൻഡ് എനർജി കൂടുതലാണ് ആയിരിക്കും. താഴ്ന്ന പ്രദേശങ്ങളിലാണെങ്കിൽ അത്ര പ്രതീക്ഷിക്കാൻ പറ്റില്ല. ദെൻ വെജിറ്റേഷൻ, ശരിയാണ്. നമ്മുടെ മരങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നല്ല കാറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. തുറസ്സായ ഏരിയയിലാണെങ്കിൽ നമുക്ക് അത്രയും കാറ്റ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആൻഡ് സീസൺ, യെസ്, സീസണൽ. ഓക്കെ, now the wind speed measurements are done at meteorological stations, airports and lighthouses at 3-hour intervals for 10 minutes at a height of 10 meters. അപ്പോൾ യൂഷ്വലി വിൻഡ് സ്പീഡ് മെഷർമെന്റ്സ് നടത്തുന്നത് ഏതെങ്കിലും മെറ്റീരിയോളജിക്കൽ സ്റ്റേഷൻസിലായിരിക്കും, അല്ലെങ്കിൽ എയർപോർട്ട്സിലായിരിക്കും, അല്ലെങ്കിൽ ലൈറ്റ് ഹൗസസുകളിലായിരിക്കും. ഇതാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻസ്. പിന്നെ അവർ വിൻഡ് സ്പീഡ് മെഷർമെന്റ്സ് എടുക്കുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് ഓരോ 3 മണിക്കൂറിലാണ് മെഷർമെന്റ്സ് എടുക്കുന്നത്. അത് ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ്സ് എടുക്കുന്ന ഒരു മെഷർമെന്റ്. 10 മിനിറ്റ്സിൽ അവരിങ്ങനെ കണ്ടിന്യൂസ് വിൻഡ് മെഷർമെന്റ്സ് എടുത്തുകൊണ്ടിരിക്കും. ആ 10 മിനിറ്റ്സിൽ കിട്ടുന്ന ഒരു ആവറേജ് വാല്യൂ ആണ് അവരെടുക്കുക. ഓക്കെ, പിന്നെ ഈ വിൻഡ് സ്പീഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്ന് 10 മീറ്ററിന് മേലെ ആയിരിക്കണം എന്നാണ് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ. ഇപ്പോൾ 10 മീറ്ററിന് മേലെ ഇപ്പോൾ 25-50 മീറ്റേഴ്സിലൊക്കെ വിൻഡ് സ്പീഡ് മെഷർമെന്റ്സ് നടത്താൻ സാധിക്കുന്നുണ്ട്. Now, the World Meteorological Organization has 4 methods of wind recording. 4 methods ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ ഒബ്സർവേഷൻ ആൻഡ് ലോഗ് ബുക്ക്, മെക്കാനിക്കൽ കപ്പ് കൗണ്ടർ, അനിമോമീറ്റേഴ്സ്, ഡേറ്റ ലോഗർ ആൻഡ് കണ്ടിന്യൂസ് റെക്കോർഡ് ഓഫ് വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ. ഓരോന്ന് എന്താണെന്ന് നമുക്ക് കാണാം. ആദ്യത്തെ ഹ്യൂമൻ ഒബ്സർവേഷൻ ആൻഡ് ലോഗ് ബുക്ക്. ഇതില് നമ്മൾ തന്നെ നമ്മൾ ഈ കാറ്റിനെ നോക്കിയിട്ട് നമ്മുടെ ചുറ്റുപാടിന്റെ എങ്ങനെയാ ബിഹേവ് ചെയ്യണേന്ന് നോക്കിയിട്ടാണ് വിൻഡ് സ്പീഡ് മെഷർ ചെയ്യുന്നത്. ആ വിൻഡ് സ്പീഡിന് മെഷർ ചെയ്യാൻ ഒരു സ്കെയിൽ ഉണ്ട്. അതിനെയാണ് ബ്യൂഫോർട്ട് സ്കെയിൽ ഓഫ് വിൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ആട്രിബ്യൂട്ട്സ് വിഷ്വൽ സിംറ്റംസ് ടു ഡിഫറെന്റ് വിൻഡ് സ്പീഡ്സ്. അപ്പൊ നമ്മൾ വിഷ്വലി കാണുന്നതിന്റെ ഓരോ വിൻഡ് സ്പീഡിലേക്കും നമ്മൾ അസോസിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇങ്ങനെ നമുക്കൊരു വീടുണ്ട്, ഒരു ഫ്ലാഗ് ഉണ്ടെങ്കിൽ, ഫ്ലാഗ് പോസ്റ്റ് ഉണ്ടെങ്കിൽ വലിയ അനക്കമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ നേരത്തെ പറയാം അവിടുത്തെ വിൻഡ് എന്ന് പറയുന്നത് 1 to 3 മൈൽസ് പെർ അവർ ആയിരിക്കും എന്നുള്ളത്. ഇനി ഇവിടേക്ക് നോക്കാം. ഈ പിക്ചറിൽ നോക്കുമ്പോൾ നമ്മുടെ ഈ മരത്തിന്റെ ഇലകളൊക്കെ അത്യാവശ്യം വീശുന്നുണ്ട്. പിന്നെ ഈ വീടിന്റെ ചിമ്മിനിന്ന് പുക അത്യാവശ്യം നന്നായി ചെരിഞ്ഞു പോകുന്നുണ്ട്. ഫ്ലാഗ് പോസ്റ്റിലെ ഫ്ലാഗും കുറച്ച് വിരിഞ്ഞ് പറന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ വിൻഡ് സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി 8 to 12 മൈൽസ് പെർ അവർ. ഓക്കെ, അതിന്റെ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മൾ അതിന്റെ സ്പീഡും കൂട്ടാം കേട്ടോ. അപ്പൊ ഈ പൊസിഷനിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ എന്തായാലും വേറെ ഇൻസ്ട്രുമെന്റ്സ് വെക്കും. ഇവിടെ നിൽക്കാൻ നമ്മൾ ഉണ്ടാവില്ല, നമ്മളും പറന്നു പോകും. എന്നാലും ഇതൊരു സ്കെയിൽ കാണിക്കണമെന്നുള്ളൂ. ഓക്കെ, the next one is mechanical cup counter anemometers. Anemometer എന്ന് പറഞ്ഞാൽ it is an instrument to measure the wind speed.
anemometers. Now, this is the picture of a cup counter anemometer. Cup counter എന്ന് പേര് വരാൻ കാരണം ഇങ്ങനെ ഒരു കപ്പ് പോലെയായിരിക്കും ഇതിന്റെ ഷേപ്പ്. ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ് പലയിടത്തും നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഭാഗം ഇങ്ങനെ കണ്ടിന്യൂസ്ലി കറങ്ങിക്കൊണ്ടിരിക്കും. Now, this is used at most of the meteorological stations, and the readings are taken twice or thrice a day to find mean wind speed. ഒരു ദിവസത്തിൽ 2-3 പ്രാവശ്യമാണ് റീഡിങ്സ് എടുക്കുന്നുള്ളൂ. This is a low cost method which is only relatively reliable. ഇതൊരു low cost method ആണ്. നമുക്ക് അത്ര റിലയബിൾ ആയിട്ടുള്ളതല്ല. താരതമ്യേന കുറവാണ് ഇതിന്റെ റിലയബിലിറ്റി, വിശ്വസിക്കാവുന്നത്. The instrument must be corrected frequently. ഈ ഇൻസ്ട്രുമെന്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിനെ കാലിബ്രേറ്റ് ചെയ്യണം, അതിനെ കറക്റ്റ് ചെയ്യണം അതിന്റെ റീഡിങ്സ് എടുക്കാൻ വേണ്ടി. Now the next one is the data logger. Data logger എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡ് ടർബൈൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ഡിസ്പ്ലേ ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഈ ടർബൈനിലെ വിൻഡ് സ്പീഡ് കണ്ടിന്യൂസ്ലി ഇതിൽ മെഷർ ചെയ്തുകൊണ്ടിരിക്കും. ആ മെഷർമെന്റ് അപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടും പോകുന്നുണ്ട്. ഇതിപ്പോ വിൻഡ് ടർബൈൻ മാത്രമാവണമെന്നില്ല. നമ്മുടെ കപ്പ് അനിമോമീറ്ററിനെ ഈ പറയുന്ന ഡേറ്റ ലോഗർ ഫിക്സ് ചെയ്താൽ കണ്ടിന്യൂസ് ഇതിന്റെ വിൻഡ് സ്പീഡ് മെഷർമെന്റ്സ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് മെഷേഴ്സ് ദ വെലോസിറ്റി, frequency and direction of wind. It gives accurate data. This is more expensive and it is also prone to technical failures. ഈ ഇൻസ്ട്രുമെന്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പിന്നെ ടെക്നിക്കൽ ഫെയിലിയറുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം കേടാവാൻ സാധ്യതയുണ്ട്. Now the last technique is continuous record of velocity and direction. ഇതൊരു കോസ്റ്റ്ലി ടെക്നിക്കാണ്, കോസ്റ്റ്ലി ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്ന കാരണം. പക്ഷെ ഇതിൽ കണ്ടിന്യൂസ് മെഷർമെന്റ്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ വലിയ എയർപോർട്ട്സിലും വലിയ മീറ്റിയോറോളജിക്കൽ സ്റ്റേഷൻസിലും ഈ ടെക്നിക്കായിരിക്കും യൂസ് ചെയ്യുക. ദിസ് ഇസ് യൂസ്ഡ് ഇൻ ദീസ് ഏരിയാസ് ആൻഡ് ദിസ് എക്വിപ്മെന്റ് ഇസ് എക്സ്പെൻസീവ് ആൻഡ് ടെക്നിക്കലി കോംപ്ലെക്സ്. ബട്ട് ദിസ് ഗിവ്സ് എ ടൈം റെക്കോർഡ് ഓഫ് വിൻഡ് ഡയറക്ഷൻ ആൻഡ് സ്പീഡ്. കണ്ടിന്യൂസ് ടൈം റെക്കോർഡ് തരും. അതായത് ഇന്ന മണിക്കൂറിൽ എത്രയായിരുന്നു, ഇന്ന ദിവസം എത്രയായിരുന്നു, ഇന്ന മാസം എത്രയായിരുന്നു, അങ്ങനെ കണ്ടിന്യൂസ് ഒരു ടൈം സ്കെയിൽ നമുക്ക് കിട്ടും. എന്തിൻ്റെ വിൻഡ് ഡയറക്ഷൻ്റെയും സ്പീഡിൻ്റെയും ഒരു മെഷർമെന്റ് നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെ ഒരു ഡാറ്റ ആയിരിക്കും, ഒരു ടേബിൾ ആയിരിക്കും കണ്ടിന്യൂസ്ലി എത്തിക്കൊണ്ടിരിക്കുക നമുക്ക്. ഓക്കെ, സോ ദീസ് വർ ദ 4 types in which wind speeds are measured. Now, let us look into the principle behind the wind energy conversion and the power available in the wind. Now, the basic principle here is the kinetic energy of the wind is converted to mechanical energy. Kinetic energy എന്ന് പറയുന്നത് എന്താണോ മൂവ് ചെയ്യണേ ആ മൂവ് ചെയ്യുന്നതിന്റെ എനർജി. ഞാൻ നടക്കുമ്പോൾ എനിക്കൊരു കൈനറ്റിക് എനർജി ഉണ്ട്. ഞാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കുന്ന പൊസിഷനനുസരിച്ച് എനിക്കൊരു പൊട്ടൻഷ്യൽ എനർജിയാണ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ വിൻഡ് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്ന കാരണം വിൻഡിന് കൈനറ്റിക് എനർജി ഉണ്ട്. ഈ കൈനറ്റിക് എനർജീനെയാണ് നമ്മൾ ടർബൈൻ തിരിക്കാൻ വേണ്ടിയുള്ള മെക്കാനിക്കൽ എനർജി ആക്കണേ. ഈ കൈനറ്റിക് എനർജിയുടെ ഡയറക്റ്റ് ഇക്വേഷൻ തന്നിരിക്കുന്നു. ദ കൈനറ്റിക് എനർജി ഇൻ ദ വിൻഡ് പാസിംഗ് ത്രൂ an area A in 1 second with velocity uw is kinetic energy is equal to half rho A uw whole cube. ഇവിടെ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് എയർ ആണ്. എ എന്ന് പറയുന്നത് ഇത്ര ഏരിയ കൂടെയാണ് ആ എയർ പാസ് ചെയ്യുന്നത്. യു സഫിക്സ് ഡബ്ല്യു എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് വിൻഡിനാണ് ഡബ്ല്യു കൊടുത്തിരിക്കുന്നത്. ഈ കൈനറ്റിക് എനർജീനെ തന്നെയാണ് നമ്മൾ വിൻഡ് മില്ലിൽ നിന്ന് അല്ലെങ്കിൽ വിൻഡ് ടർബൈനിൽ നിന്ന് കംപ്ലീറ്റ്ലി പവറായിട്ട്, ഈ എനർജീനെയാണ് നമ്മൾ പവറായിട്ട് പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പം അതേ എക്സ്പ്രഷൻ ആയിരിക്കും യൂസ് ചെയ്യുക, ഹാഫ് റോ എ ഇൻറ്റു യു ഡബ്ല്യു ക്യൂബ്. ഇവിടെ ഇനി ഏരിയക്ക് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വിൻഡ് മില്ല് കറങ്ങുമ്പോൾ, വിൻഡിന്റെ ടർബൈൻ്റെ ബ്ലേഡ്സ് കറങ്ങുമ്പോൾ അത് കറങ്ങുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു സർക്കിൾ പോലെയല്ലേ. അപ്പം ആ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ. റേഡിയസ് എന്ന് പറയുന്നത് ടർബൈനിന്റെ ആ ബ്ലേഡ് അല്ലേ പറയുന്നത്.
ഇപ്പൊ ടർബൈൻ്റെ നീളം എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ ആയിരിക്കും. നമുക്കിവിടെ റേഡിയസ് ആണ് വേണ്ടത്. സോ d/2² എന്ന് പറയുന്നത് d²/4 ആയി മാറും. ഓക്കെ, then the remaining term UW whole cube. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പവർ ഔട്ട്പുട്ട് ഓഫ് ദ വിൻഡ്മിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു the cube of wind velocity and again proportional to the square of turbine blade diameter. Okay. അപ്പൊ നമ്മൾക്ക് ഒരു നിശ്ചിത അളവിൽ കാറ്റ് വരുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടാവുന്ന പവർ ഔട്ട്പുട്ട് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷെ ഇത്രയും പവർ നമുക്ക് ഒരിക്കലും ആ വിൻഡ് ടർബൈനിൽ നിന്ന് കിട്ടില്ല. കാരണം ഇത് മാക്സിമം കിട്ടണമെങ്കിൽ ആ വിൻഡ് ടർബൈൻ കറങ്ങി തിരിച്ച് അനക്കം നിന്ന് കഴിഞ്ഞാലല്ലേ കംപ്ലീറ്റ് പവർ നമുക്ക് കിട്ടാം. വിൻഡ് ടർബൈൻ അങ്ങനെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി പോവില്ല, പതുക്കെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ ടർബൈനിൽ നമുക്ക് കിട്ടാവുന്ന ഫ്രാക്ഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് അതിന് ഗിൽബർട്ട്സ് ലിമിറ്റ് അല്ലെങ്കിൽ ബെറ്റ്സ് കോഎഫിഷ്യന്റ് എന്ന് പറയാം. അതായത് ഈ കിട്ടുന്ന പവർ ഔട്ട്പുട്ട് ഓഫ് ദ വിൻഡ്മില്ലിന്റെ 59.3% മാത്രമേ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും ശതമാനമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വരുന്ന പവർ ഔട്ട്പുട്ടിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി വിൻഡ് വെലോസിറ്റിന്റെ ക്യൂബ് ആയിട്ട് മാറുന്നുണ്ട് ആൻഡ് ഡയമീറ്ററിന്റെ സ്ക്വയർ അനുസരിച്ച് ഇത് മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് വിൻഡ് മിൽസ് എങ്ങനത്തെ സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്താലാണ് മാക്സിമം പവർ കിട്ടുക എന്നുള്ളതിലാണ് നമ്മൾ ഡിസൈനിലേക്ക് നീങ്ങുന്നത്. ഇവിടെ we select areas with high wind speeds and there we set wind turbines having large rotors. വലിയ ഡയമീറ്റർ ഉള്ള ബ്ലേഡുകളുള്ള വിൻഡ് മിൽസ് നമ്മൾ നല്ല വിൻഡ് സ്പീഡ് ഉള്ള ഏരിയാസിൽ സെറ്റ് ചെയ്താലാണ് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് പവർ ആ വിൻഡ് മില്ലിൽ നിന്ന് കിട്ടാൻ സാധ്യത. ഓക്കെ, now we have certain parameters related to this windmill or wind energy converter. The first one is the wind energy pattern factor. This is the ratio of power from speed distribution to power from average speed of turbine blades. ഇതൊരു റേഷ്യോ ആണ്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ ഒരു റേഷ്യോ ആണ്. റേഷ്യോ ബിറ്റ്വീൻ പവർ ഫ്രം സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ, നമുക്ക് എയറിലുള്ള വിൻഡ് സ്പീഡിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് കിട്ടുന്ന പവറും അത് ടു ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ടർബൈൻ ബ്ലേഡ്. അപ്പോൾ ടർബൈൻ തിരിയുന്ന സ്പീഡിന്റെ ഒരു ആവറേജ് സ്പീഡ് കേട്ടോ. അപ്പോൾ വരുന്ന കാറ്റനുസരിച്ച് തന്നെ ടർബൈൻ അതേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണമെന്നില്ല അല്ലെ, വിൻഡ് വെലോസിറ്റിനേക്കാളും കുറവിലായിരിക്കും മിക്കതും ടർബൈൻ ബ്ലേഡ് തിരിയുക. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഫാക്ടർ power from speed distribution divided by average power from average speed of turbine blade, ഇതിനെയാണ് നമ്മൾ energy pattern factor എന്ന് വിളിക്കുന്നത്. Now the next parameter is that the variation of wind speed with height. The increase in wind speed with height above the ground level is called wind shear. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മേലേക്ക് പോകുന്തോറും വിൻഡ് സ്പീഡ് കൂടുന്നു, ഇതിനെയാണ് വിൻഡ് ഷിയർ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ലെവലിലാണെങ്കിൽ വിൻഡ് സ്പീഡ് 0 ആണ്, പക്ഷെ ഹൈറ്റ് കൂടുന്തോറും അവിടുത്തെ ടെമ്പറേച്ചർ വ്യത്യാസം, ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ആൻഡ് അവിടുത്തെ പ്രതലം, അവിടുത്തെ ടെറൈൻ ആൻഡ് അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി, അറ്റ്മോസ്ഫിയറിന്റെ സ്റ്റേബിൾ ആയിരിക്കുന്നതിൻ്റെ അവസ്ഥ, അതിനനുസരിച്ചായിരിക്കും വിൻഡ് സ്പീഡ് കൂടുന്നത്. So finally, let us come to the characteristics of a good wind power site. That area where we set the windmill should have a high annual wind speed. വർഷം തോറും wind speed അവിടെ കൂടുതലായിരിക്കണം. It should be an open plain or an open shoreline. ഒരു ഓപ്പൺ പ്ലെയിൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കടൽ തീരം, ഒരു ഓപ്പൺ ഷോർ ലൈൻ ആയിരിക്കണം. നല്ല ബീച്ച് ഏരിയ, നല്ല തുറസായ ഏരിയ ഉള്ള സ്ഥലമായിരിക്കണം. ഇറ്റ് ക്യാൻ ബി എ മൗണ്ടൻ ഗ്യാപ്പ്, രണ്ട് കുന്നുകളുടെ ഇടയിൽ ഉള്ളൊരു ഗ്യാപ്പ് ആകാം. It can be a top of a smooth, well-rounded hill with gentle slopes lying on a flat plain. Or it can be an island in a lake or sea. Now, it should not have
any obstructions within a radius of 3 kilometers. 3 kilometer ഏരിയയിൽ ഒരു മൗണ്ടൻസോ ഒരു തടസ്സങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടുകയാണെങ്കിൽ അവിടെ നല്ലൊരു വിൻഡ് മിൽ അല്ലെങ്കിൽ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഒരു നോൺ റിന്യൂവബിൾ എനർജി സോഴ്സിന്റെ സൈറ്റ് ആക്കി മാറ്റാം. That's all for today's session. Thank you.